ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന 100ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം എനിക്കുണ്ട്. ഇത്രയും വീഡിയോ എനിക്ക് ഇടാൻ പറ്റി. ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുകയാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാൻ തോന്നുന്നതൊക്കെ. കാരണം സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും തോന്നത്തില്ല. കാരണം അതൊരു യൂട്യൂബർ ആയതിനു ശേഷം എനിക്കത് മനസ്സിലായിട്ടുണ്ട്. കാരണം നമുക്ക് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഇൻസ്പിറേഷൻ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇത്രയും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് ആദ്യത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇത്രയൊക്കെ പറ്റി. ഇനി മുന്നോട്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നാൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ് പറയുകയാണ്. ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഐക്യയിൽ നിന്ന് മേടിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐക്യയിലെ 10 ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് ഐക്യ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐക്യ എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ്. പക്ഷേ അങ്ങനല്ല കേട്ടോ. എക്സ്പെൻസീവ് അല്ലാത്ത ഒരുപാട് നല്ല ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റും കിട്ടും ഐക്യയിൽ. എക്സ്പെൻസീവ് വേണ്ടവർക്ക് അങ്ങനത്തെ പ്രോഡക്റ്റും ഉണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഫുള്ളും കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് മാത്രമല്ല കേട്ടോ, ഇനിയും ഐക്യയിലെ ഒരുപാട് പ്രോഡക്റ്റ് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 ഒക്കെ കാണുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നാട്ടിലും ഇപ്പോൾ ഐക്യ ഉണ്ട്. നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിൽ ഐക്യ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോയി മേടിക്കാൻ എനിക്കറിയാം, ഇപ്പം നാട്ടിലുള്ളവർക്കൊന്നും ഐക്യ ആക്സസിബിൾ അല്ല. പക്ഷേ ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഐക്യയുടെ. ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ മിക്കതും ആമസോണിലുണ്ട്. ഐക്യ ത്രൂ ഐക്യയുടെ അതേ പ്രൈസിൽ തന്നെ ആമസോൺ ഇന്ത്യയിൽ കിടപ്പുണ്ട്. അപ്പം എനിക്ക് കിട്ടുന്ന ലിങ്ക്സൊക്കെ ഞാൻ ഇവിടെയുള്ളവർക്ക് വേണ്ടി ഇവിടുത്തെ ഐക്യയുടെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യാം. നാട്ടിലുള്ളവർക്ക് വേണ്ടി ആമസോണിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ ഉള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഞാനിത് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് മാത്രമേ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഒട്ടും എക്സ്പെൻസീവ് അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മൾ കിച്ചണിൽ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. കിച്ചൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നൈഫ് ഷാർപ്നറാണ്. ഇപ്പം നിങ്ങളിതായി കാണുന്നത് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഭയങ്കര ഹാൻഡിയാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 ദിർഹംസേ ഉള്ളൂ. ഇവിടുത്തെ പ്രൈസ് മണിയാണ് ഞാൻ പറയുന്നത്. ഇത് ആമസോണിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് കാണുന്ന ആ ഒരു സംഭവമാണ് ഇതിൻ്റെ മോട്ടർ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഷാർപ്പൺ ചെയ്യേണ്ട ഏത് നൈഫാണോ അത് ഏതെങ്കിലും ഒരു 1 ഡയറക്ഷനിലോട്ട്, ഒന്നെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ്, അങ്ങനെ ഒരു 1 ഡയറക്ഷനിൽ ഒരു 3 to 4 ടൈംസ് ജസ്റ്റ് ഇതായി കാണുന്ന പോലെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോഴത്തേന് നല്ല ഷാർപ്പനായിട്ട് കിട്ടും നമ്മുടെ ഏത് നൈഫാണെങ്കിലും. നൈഫ് ഷാർപ്പനർ എന്ന് പറയുന്നത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ കയ്യിൽ വെച്ചാൽ തന്നെ ഇത്രയേ ഉള്ളൂ ഐറ്റം. നമുക്ക് കിച്ചണിൽ എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് പ്ലേസ് ചെയ്യാം. ഒരുപാട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ക്യാരി ചെയ്യാനും ഭയങ്കര ചെറിയൊരു സാധനമാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിലൊന്ന് വെച്ച് നൈഫ് നന്നായിട്ട് ഷാർപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. നൈഫ് നല്ല ഷാർപ്പനാണെങ്കിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആണ് എന്ത് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതെന്ന് പറയുന്നത് വളരെ ചീപ്പുമാണ്. ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് കിച്ചൺ പ്രോഡക്റ്റ് ഫ്രം ഐക്യ.
ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐക്കയുടെ ഡിന്നർ സെറ്റാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഡിന്നർ വെയർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സെർവിങ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഐക്കയിൽ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഐക്യ വ്ളോഗ് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാൽ കാണാം. ഐക്കയുടെ പ്ലേറ്റും എന്താ പറയുക എല്ലാം ഭയങ്കര ഒരു സ്ലീക്ക് ലുക്കാണ്. ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് എന്താ കാണാൻ നല്ല രസമുള്ളൊരു കളക്ഷൻസ് ഉണ്ട് അവർക്ക്. ഇതാണ് ഞങ്ങളുടെ ഒരു ഡിന്നർ സെറ്റ് എന്ന് പറയുന്നത്. ഇത് കാണാം, ഇതുപോലൊരു ബൗള്, ഇത് 6 ബൗള് ഇതുപോലത്തെ ഉണ്ട്. ഇതുപോലത്തെ ചെറിയ സൈഡ് പ്ലേറ്റ്, അതും 6 എണ്ണം, 6 വലിയ പ്ലേറ്റ്, ഡിന്നർ പ്ലേറ്റ്. അങ്ങനെ ഇത്രയും ഈ ഒരു 3 സെറ്റിൻ്റെ 6 എണ്ണം വീതമുള്ളതാണ് നമുക്കൊരു ഡിന്നർ സെറ്റ് പോലെ ഐക്യെന്ന് കിട്ടുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് മേടിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ചേര് തന്നെ ഇതേ കളറിൽ തന്നെയുള്ള നമുക്ക് കോഫി മഗ്ഗും അല്ലെങ്കിൽ കോഫി കപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കോഫിയൊക്കെ കുടിക്കുന്ന ടൈപ്പ് ഗ്ലാസ്, അതും കിട്ടും. ആണ് ആ ഒരു ഞാൻ പറയുന്ന കോഫിയോ അല്ലെങ്കിൽ നമ്മുടെ ടീ ഒക്കെ കുടിക്കാൻ പറ്റിയ ഗ്ലാസ്. ഇതെന്ന് പറയുന്നത് ഇതേ സെയിം കളറാണ് കേട്ടോ. ഇതിൻ്റെ പല കളറ് നമുക്ക് ഐക്കയിൽ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, കളറാണെങ്കിലും എല്ലാം ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നിച്ച് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് മേടിക്കാം. പിന്നെ ഇൻ കേസ് നമ്മുടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാലും തിരിച്ച് അയക്കാൻ ചെന്നാൽ നമുക്ക് ഇതേ സെയിം സാധനം കിട്ടും. ആ സമയം നമ്മൾ 1 to 10 പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നത് നാളെ കാണണമെന്നില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. അതേസമയം ഐക്യെന്ന് മേടിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. നമുക്കൊരു പ്ലേറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് അവിടെ കാണും എന്തായാലും. അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങളുടെ കോഫിയും നമ്മുടെ ടീ കുടിക്കുന്ന കപ്പ് ഒരുപാട് വട്ടം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ഇതേ സാധനം അവിടെ കാണും. 3 ദിർഹംസേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അഷ്യൂരിറ്റി ഉണ്ട്. നമുക്ക് പൊട്ടിപ്പോയാലും നമുക്ക് പോയിട്ട് തിരിച്ച് മേടിച്ച് റീസ്റ്റോക്ക് ചെയ്യാം. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഞങ്ങൾ എന്നും ഡെയിലി 3 നേരം യൂസ് ചെയ്യുന്ന ഐക്കയുടെ ഇതുപോലത്തെ ഡിന്നർ സെറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിന്നർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി മൂന്നാമത്തെ ഐക്യയിൽ നിന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിച്ചൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ആണ് കേട്ടോ. ഇതൊരു ക്ലിപ്പാണ്. നമ്മുടെ ബാക്കി വരുന്ന സാധനമൊക്കെ ഒന്ന് സീൽ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ക്ലിപ്പ്. ഇതിപ്പോൾ എല്ലായിടത്തും 1 to 10 ഷോപ്പിൽ, ഹോം ബോക്സ്, ഹോം സെൻറ്റർ, അല്ലെങ്കിൽ ലുലു, കാരിഫോർ എല്ലായിടത്തും കിട്ടുന്ന ഐറ്റമാണ്. എല്ലായിടത്തും ഒരേ വിലയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഇത് ഞാൻ കണ്ടത് ഐക്യെന്നാണ്. അതാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഐക്യെന്നാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു കോൺഫ്ലെക്സിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഞാനിത് ബോട്ടിലിൽ ഇട്ട് വെച്ചേക്കുവാണ്. അതിൻ്റെ ബാക്കിയാണ് ഇത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഒട്ടും എയർ കയറാതെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ എല്ലാ പൊടികളും ഇതുപോലെ തന്നെ ബാക്കി വരുന്നതെല്ലാം നമുക്ക് സീൽ ചെയ്ത് വെക്കാം. ഇതിനുള്ളിൽ എന്തെങ്കിലും കയറുമെന്നോ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആണെങ്കിൽ പാറ്റാശല്യം ഭയങ്കരമാണ്. അപ്പോൾ ഇങ്ങനത്തെ പാറ്റ അങ്ങനത്തെ ഒന്നും കയറാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഐറ്റം എന്ന് പറയുന്നത് ഐക്യയിൽ നിന്ന് കിട്ടുന്ന ഗ്ലാസ്സസ് ആണ്. ഇതുപോലത്തെ ഗ്ലാസ് നമുക്ക് ജ്യൂസ് കുടിക്കാൻ അല്ലെ ഒരു വെള്ളം കുടിക്കുന്നൊക്കെ ടൈപ്പ് ഗ്ലാസ്, പല ടൈപ്പ് ഗ്ലാസ് നമുക്ക് ഐക്യയിൽ നിന്ന് കിട്ടും കേട്ടോ. ഇപ്പൊ ഈ ഒരു ഐറ്റത്തിന്റെ തന്നെ പല കളർ അവൈലബിൾ ആണ് ഐക്യയിൽ. ഒന്നിനും ഭയങ്കര റേറ്റും ഇല്ല. നമുക്ക് എല്ലാ മറ്റേ ഷോപ്പിലും കിട്ടുന്ന അതേ സെയിം റേറ്റ് ആണ്. ഇതിന്റെ തന്നെ ഒരു ചെറുതുണ്ട്. ഇതിൻ്റെ എന്താ പറയുക ഒരു ട്രാൻസ്പെറൻറ്റ് വൺ. ഇത് ഞാൻ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൈസിൻ്റെ വ്യത്യാസം കാണാം നിങ്ങൾക്ക്. അപ്പം ഇതിൻ്റേതും വേറെ പല ടൈപ്പ് വെറൈറ്റി കളേഴ്സൊക്കെ ഞാൻ ഐക്യയിൽ ഈ വട്ടം ഒരു ലാസ്റ്റ് വട്ടം പോയപ്പോൾ കണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസസ് ഭയങ്കരമായിട്ടൊരു ഹ്യൂജ് സെലക്ഷൻ തന്നെ ഉണ്ട് ഐക്യയിൽ. എല്ലാം നല്ല ക്വാളിറ്റിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്. ജ്യൂസൊക്കെ എടുത്താലും നല്ല ഭംഗിയാണ് ഗ്ലാസ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഐക്യയിലെ ഗ്ലാസസ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഡ്രൈയിങ് മാറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് എനിക്ക് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു 1 year 2 year ആയി. നിങ്ങൾക്ക് കാണാൻ നല്ല ഫെയ്ഡായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് വെച്ച് ഉണക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം ഇതെപ്പോഴും നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കാരണം എപ്പോഴും ഇതിൻ്റെ പുറത്ത് പാത്രങ്ങളായിരിക്കും. എപ്പോഴും ചെറിയ നനവൊക്കെ അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു മാറ്റാണ്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിൻ്റെ പുറത്ത് വെക്കുമ്പോൾ
തോന്നുന്നു. ഇത് നല്ല എന്താ പറയുക, സ്പഞ്ചുണ്ട് ഇതിനകത്ത്. ആ വെള്ളം എല്ലാം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലൊന്നും ആവാതെ ആ പാത്രങ്ങളൊക്കെ ഡ്രൈ ആവാനായിട്ട് ഇതിന് മുകളിലായിട്ട് കമത്തി വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കൊരു നീറ്റായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ഇടാം. പിന്നെ ഇത് കാണാനും നല്ലൊരു ലുക്കാണ്. ഇതിൻ്റെ പല കളർ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐക്കയിൽ കിട്ടുന്നത് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽസ് ആണ്. ഇതിൻ്റെ 2 സൈസ് ഉണ്ട് കേട്ടോ. ഇത് വലിയ സൈസാണ്, ഇതിൻ്റെ ഒരു ചെറിയ സൈസും കിട്ടും. ഇപ്പോൾ ഞാൻ സ്ഥിരം എന്താ പറയുക, മിൽക്ക് ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഒഴിച്ച് വെക്കാറുണ്ട്. അതാണ് ഈ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് കാണുന്നത് കേട്ടോ. അല്ലാതെ ഇത് ശരിക്കും നല്ല ക്ലിയർ ആണ്. ഇത് നല്ലൊരു ഗ്ലാസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലിഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലിഡാണ്, സിലിക്കോൺ ലിഡാണ്. പിന്നെ ഇതാണെങ്കിൽ 1 ലിറ്റർ ആണ്. ഇതിൻ്റെ തന്നെ ചെറിയ സൈസും ഉണ്ട്. ഇത് നമ്മുടെ ഒരു ടേബിൾ ടോപ്പിലൊക്കെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. പിന്നെ റേറ്റും ഭയങ്കര കുറവാണ്, നല്ല ചീപ്പാണ്, നല്ല ഐറ്റമാണ്. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഗ്ലാസ് ആണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഐക്കയിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് സെറ്റായിട്ടാണ് കിട്ടുന്നത്. 5 എണ്ണത്തിൻ്റെ എന്തോ സെറ്റാണ്. നല്ല ചീപ്പുമാണ് കേട്ടോ. കാണാനും നല്ല ക്യൂട്ടാണ്. നല്ല കുഞ്ഞ് സൈസാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റിയ കണ്ടെയ്നറാണ്. പിന്നെ ഇത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന കാണാനും ഒരു രസമാണ്. മിക്കവരും ഐക്കയിൽ പോകുമ്പോൾ എടുക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് അടുക്കളയിൽ ഇങ്ങനത്തെ ചെറിയ കണ്ടെയ്നർ എത്ര കിട്ടിയാലും മതിയാകത്തില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ സ്പൈസസ് ഉണ്ടല്ലോ. നമ്മുടെ ഒരു കുക്കിംഗ് വേ ഓഫ് സ്റ്റൈലിന് നമുക്ക് ഇഷ്ടംപോലെ സ്പൈസസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് വെക്കാനായിട്ട് പറ്റിയൊരു ഐറ്റമാണ്. കാണാനും നല്ല രസമാണ്, ഭയങ്കര ചീപ്പുമാണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഐക്കയിലെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇതുപോലത്തെ ചോപ്പിംഗ് ബോർഡ്. ഇതെന്ന് പറയുന്നത് സെറ്റായിട്ട് നമുക്ക് ഈ 2 കളറിലും നമുക്ക് കിട്ടും. 5 dirhams എങ്ങാണ്ടേ ഉള്ളൂ. ഭയങ്കര എന്താ പറയുക, ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു ഈ ഒരു കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ തടിയുടെ വുഡിൻ്റെ കട്ടിംഗ് ബോർഡായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ക്ലീൻ ചെയ്താലും എത്ര ഞാനത് ഉണക്കിയൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും കുറച്ച് നാളാകുമ്പോഴത്തേനും അതിൽ ഒരു കറുത്ത കളർ പോലെ വന്നിട്ട് വൃത്തികേടാവും. അങ്ങനെ ഞാൻ എപ്പോഴും ഒരു 4 മാസം യൂസ് ചെയ്യും, പിന്നെ വേറൊരു കട്ടിംഗ് ബോർഡ് മേടിക്കും. എനിക്കത് കാണുമ്പോൾ എത്ര പോലെയാണ്, വേറൊരു കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാനിപ്പം നമ്മുടെ വുഡ് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറേ ഇല്ല. അത് ഈവൻ ഞാനൊരു DIY ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അത് ഫുള്ള് ബ്ലാക്ക് കളറൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ചോപ്പിംഗ് ബോർഡിൻ്റെ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ചോപ്പിംഗ് ബോർഡാണ്. അപ്പം ബെൻഡ് ചെയ്ത് ചുരുട്ടി നമുക്ക് എവിടെയെങ്കിലും യാത്ര, ഒരു സ്റ്റേക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ ബാഗിൽ ഇട്ട് വെക്കാം. അങ്ങനെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. വളരെ യൂസർ ഫ്രണ്ട്ലിയുമാണ്. ഇത് ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. നല്ല സൂപ്പറായിട്ട് ഞാൻ ഇത് ഒന്ന് നോൺ വെജ് കട്ട് ചെയ്യാൻ വെച്ചേക്കാണ്. ഈ ഒരു ഗ്രേ വൺ, ഈ ഒരു ബ്ലൂ വൺ നമുക്ക് മറ്റ് പച്ചക്കറിയും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്, ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോഴും ഒരു പ്രശ്നമില്ല, കളർ ഫെയ്ഡാവോ ഒന്നും പറ്റിയിട്ടില്ല. ഇതിന് യാതൊരു മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബൗളാണ് കേട്ടോ. ഇത് ഞാൻ മേടിക്കുമ്പോൾ 5 dirhams ആയിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് 7 dirhams ആണെന്ന് തോന്നുന്നു. എന്നാലും വളരെ ചീപ്പാണ്. അത് നല്ല സൈസാണ് കേട്ടോ. നല്ല വലിയ ബൗളാണ്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ക്രിസ്മസ് വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ബേക്കിങ്ങിനാണ് കേട്ടോ ഈ ഒരു ബൗൾ യൂസ് ചെയ്യുന്നത്. കുക്കീസൊക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ മിക്കവാറും ഈ ബൗളാണ് യൂസ് ചെയ്യുന്നത്. നല്ല ചീപ്പുമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല പ്രോഡക്റ്റാണ്. കാണാൻ ഭംഗിയുള്ളൊരു ഷേപ്പും ഗ്ലാസ്സാണ്. അപ്പം ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഐക്കയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ക്ലീനിങ് ബ്രഷസ് ആണ്. ഐക്കയുടെ ക്ലീനിങ് ബ്രഷസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷസ് ആണ് കേട്ടോ. ഇതിനൊക്കെ ഈ ഒരു ബ്രഷിന് 3 dirhams ആണ്. 1 dirhamന്റെ ബ്രഷ് ഉണ്ട്. അത് ഞാൻ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് അതാണ്. പിന്നെ ഇത് ഞാൻ സിങ്കിൽ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ ഇത് നമ്മുടെ മിറേഴ്സ് അല്ലെ വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന വൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ബ്രഷാണിത്. പിന്നെ ഈ ഒരു ബ്രഷ് കണ്ടില്ലേ, ഈ ഒരു ബ്രഷ് ഞാൻ നമ്മുടെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ലിക്വിഡ് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ഡിഷ് വാഷോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് വെക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു പ്രസ് ചെയ്യുന്നൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ അവിടെ പ്രസ് ചെയ്താൽ ഇത് താഴെ കൂടെ ആ ലിക്വിഡ് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ പറ്റും. ഇത് ഞാൻ സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ് കേട്ടോ. ഇത് വാഷ് ബേസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിങ്ക് ആയിക്കോട്ടെ എല്ലാം ഞാൻ യൂസ് ചെയ്യും ഈ ബ്രഷ് വെച്ചിട്ട്. പിന്നെ ഐക്കയുടെ പൊതുവേ ബ്രഷസ് എല്ലാം അടിപൊളിയാണ്. എല്ലാം നല്ല റേറ്റ് കുറവാണ്. 1 dirham 2 dirham 3 dirham ഒക്കെ ഉള്ളൂ. എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ ഞാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. 2 ബാത്റൂമിലും വാഷ് ബേസിനിലും എല്ലാം ഞാൻ വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ് ഐക്കയുടെ ക്ലീനിങ് ബ്രഷ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയാണ്.
അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നാട്ടിലുള്ളവർക്ക് വേണ്ടി ആമസോൺ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ഇവിടുത്തെ ഐക്കയുടെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം. അപ്പം ഇതിൻ്റെ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കൂടാതെ കിച്ചൺ ഐറ്റം അല്ലാതെ ഓർഗനൈസേഷൻ ഐറ്റംസ് ഉണ്ട്, അല്ലാതെ പൊതുവേ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ഉള്ള ഒരു കടയാണ് ഐക്കിയ. അപ്പം നിങ്ങൾക്ക് കിച്ചൺ പ്രോഡക്റ്റ് അല്ലാതെ മറ്റ് പ്രോഡക്റ്റ് ഒക്കെ കാണണമെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.